കുട്ടികൾക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഹെൽത്തി ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കാൻ ഈസി ആകും കൂടെ വേണം അല്ലേ? അങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതാ ജെനി ബേബിയും അപ്പുക്കുട്ടനും കണ്ടോ, നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കുന്നത്. അപ്പം എന്നാ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ കേട്ടോ. ഇതാ ബനാന ഇതുപോലെ തിന്നായിട്ട് സ്ലൈസായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് എയർ ഫ്രയറിൽ നെയ്യ് പുരട്ടിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. 2 മുട്ട എടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക. അതിനകത്തോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് 2 പൊടികൾ ഇടാനുണ്ട്. വേറൊന്നുമല്ല, കുറച്ച് അരിപ്പൊടിയും കുറച്ച് റവയും, വളരെ കുറച്ച് മതി, ഒരിക്കലും തിക്കായി പോകരുത്. അങ്ങനെ ഇത് രണ്ടും ചേർത്തിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ചേർക്കാം. അതാകുമ്പോൾ കുട്ടികൾക്കൊന്നുകൂടെ ഹെൽത്തി ആണല്ലോ. അങ്ങനെ ശർക്കരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബനാന ഇതാ ഈ പരുവത്തിലായിട്ടിരിക്കുക. അതെടുക്കൊന്നും വേണ്ട, ഇതാ ഈ മിക്സ് നേരെ അങ്ങോട്ട് ഒഴിച്ചാൽ മതി. വീണ്ടും എയർ ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ ബനാന എഗ് കേക്ക് റെഡിയാണ്. ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് വീണ്ടും എയർ ഫ്രൈ ചെയ്യണം കേട്ടോ, എന്നാലേ 2 സൈഡും നമുക്ക് പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളൂ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്.